गोविन्दनाम संकीर्तनं गोविंद। जय बोल सद्गुरुनाथ महाराज की जय। नमः पार्वती पतये हर हर महादेव। രുക്മിണി കൃഷ്ണന്മാർക്ക് വിവാഹം കഴിഞ്ഞ ശേഷം കുറേ കാലമായി സന്താന ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ ചോദിക്കും, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ നാട്ടുകാർക്ക് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ചില ആളുകൾ പറയാൻ ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണൻ ചെറുപ്പത്തിൽ കുറച്ച് മോശമായി എല്ലാവരും പരിമാറിക്കൊണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണി ഉണ്ടായിട്ടില്ലേ. ഇങ്ങനെയൊക്കെ ഭഗവാനെ പോലും സംശയിക്കുന്ന ജനങ്ങളാണ്. അപ്പോഴാണ് വസുദേവൻ, കാരണം അടുത്ത തലമുറയ്ക്ക് ആളുകൾ ഉണ്ടാവണം അങ്ങ് വിഷമിക്കുന്നവർ പ്രായമായ മുത്തശ്ശന്മാരാണ്. അവരെന്ത് ചെയ്യും? കാരണം നമ്മുടെ കുലദൈവ കോവിലും നമ്മുടെ തേവാരമൊക്കെ നോക്കി കാത്തുരക്ഷിക്കാൻ അടുത്ത തലമുറയ്ക്ക് ആൾ വേണ്ടേ. അപ്പോൾ വസുദേവൻ ഒരു പണിക്കാരെ വിളിച്ച് വരുത്തി ജ്യോത്സ്യം വെച്ച് നോക്കി. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, ഒരു 1008 ബ്രാഹ്മണന്മാർക്ക് അന്നദാനം ചെയ്യണം, അപ്പോൾ സന്താന ഭാഗ്യം ഉണ്ടാവും. ഉടനെ 1008 ബ്രാഹ്മണന്മാരെ വിളിച്ച് വരുത്തി. 1008 ബ്രാഹ്മണന്മാർ അന്ന് കിട്ടിയിരുന്നു. ഇന്ന് 1008 ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കാം, നല്ല ബ്രാഹ്മണന്മാർ കിട്ടില്ല. അങ്ങനെ ബ്രാഹ്മണന്മാരെ വിളിച്ച് വരുത്തി അവർക്ക് പൂജ ചെയ്തു. അവരുടെ ആശീർവാദം കൊണ്ട് രുക്മിണിക്കും കൃഷ്ണനുക്കും ഒരു ഉണ്ണി ഉണ്ടായി. ഈ ഉണ്ണിയാണ് പ്രദ്യുമ്നൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രദ്യുമ്നൻ ആരാണെന്ന് ഇവിടെ പറയുന്നു. കാമസ്തു വാസുദേവാംസഃ ദഗ്ധപ്രാഗ്രുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യതേ. പണ്ട് കൈലാസത്തിൽ മഹാദേവൻ തപസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കൈലാസത്തിൻ്റെ രാജാ ഹിമവാൻ, ആ ഹിമവാനും തൻ്റെ മകളായ പാർവതിയെ വിളിച്ചുകൊണ്ട് മഹാദേവനെ തൊഴാറുണ്ട്. അപ്പോൾ പാർവതി എപ്പോഴും ഒരു വീട്ടിൽ നിന്നും കുറച്ച് മാല കൊണ്ടുവന്ന് ശിവനുക്ക് സമർപ്പിക്കാറുണ്ട്. പിന്നെ അമ്പലത്തിലൂടെ വിളക്ക് കൊളുത്തി ഒരു കളമൊക്കെ വരച്ചിട്ട് പോകാറുണ്ട്. ദിവസേന ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് പാർവതി മാല ഇടുന്ന സമയത്താണ് ദേവന്മാർ മന്മഥനോട് പറഞ്ഞു, ഒന്ന് മഹാദേവനക്ക് പാർവതിയോട് ഒന്ന് പ്രേമം ഉണ്ടായാൽ പിന്നെ നമുക്ക് ഒരു സന്താനം, പാർവതി പരമേശ്വരർക്ക് ഉണ്ടാവുന്ന സന്താനം കൊണ്ടാണ് ഈ ശൂരപത്മൻ മുതലായ അസുരന്മാരെ വധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗത്തിൽ മന്മഥനോട് കാമബാണപ്രയോഗം ചെയ്യാൻ പറഞ്ഞു. അപ്പം അവിടെ മന്മഥൻ നിൽക്കുന്നു, കറുമ്പ് വില്ലും പുഷ്പബാണവുമായി. മന്മഥൻ്റെ വില്ലുമൊക്കെ നല്ല സ്വീറ്റായ വില്ലാണ്, കറുമ്പ് വില്ലാണ്. ബാണവും നല്ല സോഫ്റ്റാണ്. പക്ഷേ മനസ്സ് സ്വീറ്റ് ആൻഡ് സോഫ്റ്റായിരിക്കണം, അതില്ല. മഹാദേവനെ പ്രലോഭിപ്പിക്കണം വിചാരിച്ചിട്ടാണ് പാർവതി മാല ചാർത്തുന്ന സമയത്ത് ബാണപ്രയോഗം നടത്തി. അപ്പോൾ മഹാദേവൻ്റെ മനസ്സ് കൊണ്ട് ചലിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് മന്മഥൻ്റെ കാര്യമെന്ന് മനസ്സിലായി. ഉടനെ 3ാമത്തെ തൃക്കണ്ണ് തുറന്നു, മന്മഥൻ ഭസ്മമായി. കാരണം ഇവിടെ ഭാവമാണ് പ്രധാനം. നല്ല വിധത്തിൽ കല്ല് എറിഞ്ഞാൽ പോലും ഭഗവാൻ സ്വീകരിക്കും. തമിഴ്നാട്ടിൽ 63 നായന്മാരുടെ കഥ പറയുമ്പോൾ, ശിവഭക്തന്മാരുടെ കഥ പറയുമ്പോൾ, അതിൽ ഒരു ഭക്തൻ്റെ കഥയിൽ ആ ഭക്തൻ ഒരു മഹാത്മാവോട്, ഒരു ബ്രാഹ്മണരോട് ചോദിച്ചു, ശിവനെ എങ്ങനെ പൂജിക്കണം. അദ്ദേഹം സമയം പിന്നെ പറയാൻ വേണ്ടി എന്തോ ഒരു കല്ലെടുത്ത് ഇങ്ങനെ എടുത്തിട്ടു. ഒരു കല്ലെടുത്ത് ഇങ്ങനെ ഇട്ടപ്പോൾ ആ ഭക്തൻ വിചാരിച്ചു, ഓഹോ, കല്ല് കൊണ്ട് മഹാദേവൻ അർച്ചിക്കണം വിചാരിച്ച് 108 കല്ല് പെറുക്കി നമശിവായനെ കല്ലുകൊണ്ട് മഹാദേവനെ അടിച്ചു. എന്നിട്ടും മഹാദേവൻ സന്തോഷത്തോട് പ്രത്യക്ഷപ്പെട്ടു. എന്താ കാരണം? കല്ലുകൊണ്ട് അടിച്ചാലും മനസ്സ് ശുദ്ധമായിരുന്നു. ഇവിടെ പൂ കൊണ്ട് അടിച്ചിട്ടും മനസ്സ് ശുദ്ധമില്ല. അതുകൊണ്ടാണ് മഹാദേവൻ ഇവിടെ മന്മഥനെ ഭസ്മമാക്കി. അപ്പോൾ മന്മഥൻ്റെ ഭാര്യ രതീദേവി മഹാദേവനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിന് ശരീരം കിട്ടാൻ എന്താ വഴി? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, കൃഷ്ണാവതാരത്തിൽ കൃഷ്ണനുക്കും രുക്മിണിക്കും നിൻ്റെ ഭർത്താവ് ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ ശരീരം പറഞ്ഞ് കാത്തിരിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കിയ മന്മഥൻ എന്ത് ചെയ്തു? ഈ മന്മഥൻ്റെ ശത്രു ശംബരാസുരൻ പേരുള്ള അസുരൻ പ്രസവമുറിയിൽ നിന്നും ആ
രുക്മിണി കൃഷ്ണന്മാരുടെ ഉണ്ണിയെ എടുത്ത് കടലിൽ വലിച്ചെടുത്തു. കടലിൽ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ഒരു മീൻ വിഴുങ്ങി. മുക്കുവന്മാർക്ക് മീൻ പിടിച്ച് ശമ്പരാസുരനൊക്കെ തന്നെ കാഴ്ച വെച്ചു, ശമ്പരാസുരനൊക്കെ കൊടുത്തു. അവിടെ ശമ്പരാസുരൻ്റെ അടുക്കളയിലാണ് മായാവതി എന്ന പേരിൽ ഈ രതിദേവി അവിടെ കഴിഞ്ഞുകൊണ്ടു. അവിടെ അടുക്കളയിൽ മീൻ മുറിച്ച് നോക്കുമ്പോൾ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു മീനിൻ്റെ ഉള്ളിൽ. അപ്പോൾ നാരദൻ വന്ന് പറഞ്ഞു, ഇത് സാധാരണ ഉണ്ണിയില്ലേ, നിൻ്റെ ഭർത്താവാണ്. ഈ ഉണ്ണിയെ എങ്ങനെ ഭർത്താവായിട്ട് കണക്കാക്കാം? ഭർത്താവ് മൂലം ഉണ്ണി ഉണ്ടാവും, ഉണ്ണിയെ തന്നെ ഭർത്താവായിട്ട് വിചാരിക്കാൻ പറ്റുമോ? അപ്പോൾ നാരദൻ പറഞ്ഞു, ഇവർക്ക് ദിവ്യസ്വരൂപമുള്ളവരാണ്, കുറച്ച് സമയത്തിൽ പെട്ടെന്ന് വളർന്നു വരും. ഇത് പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി പെട്ടെന്ന് വളർന്നു വലുതായി. അപ്പോൾ ഇവൾ കാമിനിയെപ്പോലെ പെരുമാറാൻ തുടങ്ങി. ഉടനെ ചോദിച്ചു പ്രദ്യുമ്നൻ, വർത്തസേ കാമിനീയസ, എൻ്റെ അമ്മയില്ലേ, എന്നാൽ കാമിനി പോലെ പെരുമാറാൻ എന്താ കാരണം? അപ്പോൾ രതി പറഞ്ഞു, മായാവതി പറഞ്ഞു, നിൻ്റെ അമ്മ രുക്മിണി ദേവിയാണ്, അച്ഛൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. നമ്മൾ ഇപ്പോൾ കഴിയുന്നത് ശത്രുവിൻ്റെ കൊട്ടാരത്തിലാണ്, ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിലാണ്. അവനെ വധിച്ച് ജയിച്ച ശേഷമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശമ്പരാസുരനോട് എങ്ങനെ യുദ്ധം ചെയ്യണം? അവൻ മായ ഉള്ള ആളാണ്, ശതമായോ മഹാസുര, 100 മായകൾ പഠിച്ച ആളാണ്. അപ്പോൾ അവനെ എങ്ങനെ ജയിക്കണം, എങ്ങനെ യുദ്ധം ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു മായാവതി. അവൾക്ക് മായമൊക്കെ അറിയാം. അങ്ങനെ മായാവതിയിൽ നിന്നും യുദ്ധം ഒക്കെ പഠിച്ച് പിന്നെ ശമ്പരാസുരനോട് യുദ്ധം ചെയ്ത് അവനെ വധിച്ച ശേഷം മായാവതിയുമായി പ്രദ്യുമ്നൻ ദ്വാരകയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ആകാശവഴിയിൽ മായാവതിയുടെ ഒപ്പം ഈ പ്രദ്യുമ്നൻ വരുന്നത് കണ്ടപ്പോൾ അവിടെ കൃഷ്ണൻ്റെ പത്നിമാർക്ക് കൃഷ്ണനാണ് വിചാരിച്ചു. എന്താ കാരണം? കൃഷ്ണൻ പുറത്ത് പോയാൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ വരും, ഓരോ പൈസം പോയാലും ഒരു പെൺകുട്ടിയുമായി വരും. അങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് കൃഷ്ണനാണ് വരുന്നു വിചാരിച്ചു. അടുത്ത് വന്നപ്പോഴാണ് ചെറിയ മാറ്റം. വ്യത്യാസം കണ്ടപ്പോഴാണ് രുക്മിണി ദേവിക്ക് പണ്ടും ഉണ്ടായതുപോലെ ഇടത്തെ കണ്ണ് ഇടത്തെ പുരികമൊക്കെ തുടിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കി, സയേവ ഭവേന്നൂണം യോമേ ഗർഭേ ധൃതോദ്ഭഗം അമുഷ്മിൻ പ്രീതിരധിക വാമസ്ഫുരതി മേ ഭുജ. എൻ്റെ ഗർഭത്തിലുണ്ടായ ഉണ്ണിയാണ് എനിക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ എനിക്ക് ഈ ഉണ്ണിയെ കാണുമ്പോൾ വാത്സല്യം തോന്നുന്നുണ്ടല്ലോ, കൃഷ്ണൻ്റെ സാരൂപ്യം ഈ ഉണ്ണിക്ക് ഉണ്ടല്ലോ വിചാരിച്ചപ്പോൾ തന്നെ അവിടെ കൃഷ്ണനും വസുദേവനും വന്നു. നാരദൻ അവിടെ വന്ന് പറഞ്ഞു, കൃഷ്ണ നിൻ്റെ പുത്രനാണ് ഇവൻ, ചെറുപ്പത്തിൽ തന്നെ ശമ്പരാസുരൻ കൊണ്ട് വലിച്ചതാണെന്ന്, ഈ കഥവൊക്കെ വലിച്ചെറിഞ്ഞതാണ്, കടലിൽ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നു. ഈ കഥവൊക്കെ നാരദൻ പറഞ്ഞപ്പോൾ അവർ നമസ്കരിച്ചു. പിന്നെ രുക്മിണിയും കൃഷ്ണനും ആ പ്രദ്യുമ്നനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചു കൊണ്ടുപോയി എന്നാണ് പ്രദ്യുമ്നൻ്റെ കഥ ഇവിടെ വർണ്ണിക്കുന്നു. അതിനുശേഷം 2 അധ്യായത്തിൽ സ്യമന്തക ഉപാഖ്യാനം എന്ന കഥയിലൂടെ നമുക്ക് 2 ഭഗവാന്റെ വിവാഹം ഇവിടെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നു. ആസീത് സത്രാജിത സൂര്യോ ഭക്തസ്യ പരമസഖ. സത്രാജിത്ത് പേരുള്ള യാദവൻ സൂര്യനെ ഉപാസിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ സൂര്യഭഗവാൻ സ്യമന്തകമണി കൊടുത്തു. സൂര്യഭഗവാനിൽ നിന്ന് നല്ല ജ്ഞാനം മേടിക്കാം, നമുക്ക് ആരോഗ്യമൊക്കെ മേടിക്കേണ്ടതാണ്. പക്ഷേ ഭഗവാൻ ആദ്യം എന്ത് ചോദിക്കുമോ അത് കൊടുക്കും. ഇവൻ ഐശ്വര്യം ആ പ്രാർത്ഥിച്ചത് കൊണ്ട് സ്യമന്തകമണി കൊടുത്തു. അതും ധരിച്ച് ദ്വാരകയിലെത്തിയപ്പോൾ എല്ലാവരും സൂര്യൻ എന്നാണ് വിചാരിച്ചു. അടുത്ത് വന്നപ്പോൾ കണ്ണൻ പറഞ്ഞു, ഇത് സൂര്യനല്ല സത്രാജിത്താണ് വരുന്നു. ആ മണിയുടെ മാഹാത്മ്യം, ആ മണി കൊണ്ടാണ് അവൻ ഇങ്ങനെ തിളങ്ങുന്നത്. ഈ മണിയുടെ മാഹാത്മ്യം പറഞ്ഞു, ഇത് എവിടെ ഉണ്ടാവുമോ അവിടെ ദുർഭിക്ഷം, മാറി, അരിഷ്ടം മുതലായ അശുഭങ്ങൾ ഉണ്ടാവില്ലേ. പിന്നെ ഈ മണിയുള്ള ഇടത്തിൽ കള്ളന്മാർ കയറി വരാറില്ലേ. മാത്രമല്ല ഈ മണി ആരുടെ കയ്യിലുണ്ടാകുമോ അവനക്ക് ഒരു ദിവസം 8 കിലോ സുവർണം കിട്ടും. ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളെ 8 കിലോ, ഇപ്പോൾ 8 കിലോ പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവും. 8 കിലോ സുവർണം കിട്ടും പറഞ്ഞപ്പോൾ എല്ലാവരും ആ മണിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാനക്ക് കാര്യം മനസ്സിലായി. ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര പൈസ ആണ്, എത്രയാണ് സുവർണം, ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ പിന്നെ കട്ടെടുക്കാൻ ആൾ വരും. ഇത് അറിയാതെ പറഞ്ഞു പോയല്ലോ വിചാരിച്ച് ഭഗവാൻ ആ മണി എൻ്റെ അടുത്ത് കൊടുത്തോളൂ, ഇവിടെ ഞാൻ ലാക്കറിൽ വച്ചേക്കാം, നിനക്ക് വേണ്ട സുവർണം മാത്രം കൊണ്ടുപോയിക്കോളൂ, മണി ഇവിടെ സൂക്ഷിച്ചിരുന്നോട്ടെ. ഈ പേരാശൈ പെരുനഷ്ടം പറയാനുണ്ട്.
ഒരു മഹാത്മാവ് ഒരു ഏഴയ്ക്ക് ഒരു കോഴി കൊടുത്തു. ഇത് ഓരോ ദിവസം സുവർണ്ണ മുട്ടയിടും, അതുകൊണ്ട് ജീവിതം നടത്തിക്കോളൂ. ഓരോ ദിവസം സുവർണ്ണ മുട്ടയിടുമ്പോൾ ഈ പേരാശ പിടിച്ച ആൾക്ക് തോന്നി, ഇതിനെ ഓരോ ദിവസം ഓരോ മുട്ടയായിട്ട് എടുക്കണം. അത് അടുത്താൽ മൊത്തമായിട്ട് ഉള്ളത് നമുക്ക് എടുക്കാൻ വിചാരിച്ചപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ലേ. അതുപോലെ കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല. ഈ സത്രാജിത്ത് അങ്ങനെയാണ്. ഇത് ഞാൻ തന്നെ വെച്ചോളാം എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ സത്രാജിത്തിൻ്റെ അനുജൻ ആ മാളയും ധരിച്ച് കാട്ടിൽ ചെന്നപ്പോൾ സിംഹം അടിച്ച് അത് കൊണ്ടുപോയി. സിംഹത്തിനടിച്ച് ജാമ്പവാൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഗുഹയ്ക്ക് കൊണ്ടുപോയി. നായാട്ടത്തിന് പോയ തൻ്റെ അനുജന് വന്നില്ല വിചാരിച്ച് സത്രാജിത്ത് ചെയ്തു, അന്ന് എൻ്റെ മണി ചോദിച്ചത് കൃഷ്ണനല്ലേ, കൃഷ്ണൻ തന്നെ എടുത്തിട്ടുണ്ടാവും എന്ന് നാട്ടിലെല്ലാവരോടും പറയാൻ തുടങ്ങി. ഉടനെ കൃഷ്ണൻ സൈന്യസമേതം കാട്ടിൽ ചെന്നപ്പോൾ അവിടെ സിംഹം ചത്ത് കിടക്കുന്നു, പ്രസേനൻ ചത്ത് കിടക്കുന്നു. കരടിയുടെ വഴി കണ്ടുപിടിച്ച് അത് ജമ്മു കാശ്മീർ വഴി പോയതാണ്. ജാമ്പവാനുള്ള ഗുഹയാണ് ജമ്മു കാശ്മീർ. അവിടെ ചെന്നു. അവിടെ ഒരു കുട്ടിക്ക് കളിപ്പാട്ടമായിട്ട് ആ മണി കൊടുത്തിട്ടുണ്ട്. കാരണം ജാമ്പവാൻ രാമഭക്തനല്ലേ, ഭക്തന്മാർക്ക് ഇത്ര വലിയ മണിയൊക്കെ കാശുമൊക്കെ പ്രാധാന്യമില്ലേ. കിട്ടിയാൽ സ്വീകരിക്കില്ലെങ്കിൽ അത് ഉപേക്ഷിക്കും. അതുകൊണ്ട് ജാമ്പവാൻ ഒരു കളിപ്പാട്ടമായി കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ അവിടെ അത് എടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ജാമ്പവാൻ യുദ്ധത്തിനായി വന്നു. 18 ദിവസം യുദ്ധം. ആസീത്തദഷ്ടാവിംശാഹം ഇതരേതരമുഷ്ടിഭിഹി വജ്രനിഷ്പേഷ പരുഷൈരവിശ്രമമഹർനിശം. 28 ദിവസം യുദ്ധം. അപ്പോൾ ജാമ്പവാൻ തോറ്റു. അപ്പോൾ മനസ്സിലായി, എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ രാമചന്ദ്ര മഹാപ്രഭുവിനെ പറ്റുള്ളൂ. നീ ആരാണ് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ രാമചന്ദ്ര പ്രഭുവായി ദർശനം കൊടുത്തു. ഉടനെ ജാമ്പവാൻ കാൽക്കൽ വീണ് നമസ്കരിച്ച് തൻ്റെ പെൺകുട്ടിയായ ജാമ്പവതിയും ആ മണിയും സമർപ്പിച്ചു. കൃഷ്ണൻ അവിടെ മണി അന്വേഷിച്ച് പോയ കൃഷ്ണൻ വന്നില്ലല്ലോ വിചാരിച്ച് ദ്വാരകയിൽ നിന്ന് ഒപ്പം വന്ന ജനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന ദേവിയെ പ്രാർത്ഥിച്ചു. ഇപ്പോഴും ജമ്മു കാശ്മീരിൽ വൈഷ്ണവി ദേവി ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ദേവിയെ പ്രാർത്ഥിച്ചു. ഉപതസ്തരും മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ. അങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ച ശേഷം ഭഗവാൻ സദാരഹ ഹർഷയൻ ഹരിഹി തൻ്റെ ഭാര്യ ജാമ്പവതിയും മണിയുമായി എത്തിച്ചേർന്നു. പിന്നെ എല്ലാവരും സത്രാജിത്തിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഭഗവാന് സംശയം, ഭഗവാൻ മേലെ ഇങ്ങനെ അബദ്ധം, നീ ഇങ്ങനെ വേണ്ടാത്ത കാര്യമൊക്കെ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്രാജിത്ത് എഴുതിയിട്ടു, ജാമ്പവാൻ പോലെ നമുക്കും ചെയ്യാം. ജാമ്പവാൻ ഭഗവാനെ തള്ളി, പിന്നെ അതിൻ്റെ പ്രായശ്ചിത്തമായി പെൺകുട്ടിയെ കൊടുത്തല്ലേ, അതുപോലെ നമുക്കും നമ്മുടെ പെൺകുട്ടിയെ കൊടുക്കാൻ തീരുമാനിച്ച് സത്രാജിത്ത് തൻ്റെ പെൺകുട്ടിയായ സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുത്തു ഭഗവാനുക്ക്. ഇങ്ങനെ ഭഗവാനുക്ക് സത്യഭാമ ജാമ്പവതി 2 വിവാഹം ഇവിടെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ശേഷം ഭഗവാൻ ആ മണിയെ സത്രാജിത്ത് കയ്യിൽ തന്നെ കൊടുത്തു. അപ്പോൾ സതധന്വ പേരുള്ള ഒരു യാദവൻ അവനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു സത്രാജിത്ത്, എൻ്റെ പെൺകുട്ടിയെ നിനക്ക് തരാം. ഇപ്പോൾ കൃഷ്ണന് കൊടുത്തപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. സത്രാജിത്തെ വധിച്ച് ആ മണിയും കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വിചാരിച്ചു കയ്യിൽ മണി ഉണ്ടെങ്കിൽ ആപത്തും ഉണ്ടാകാൻ വിചാരിച്ച് അക്രൂരൻ്റെ കയ്യിൽ മണി ഏൽപ്പിച്ചു. അക്രൂരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഈ വിഷയം മനസ്സിലാക്കിയ ഭഗവാൻ ഉടനെ ഈ ശതധന്വാവ് വധിച്ച് നോക്കുമ്പോൾ അവിടെ മണിയില്ലേ. ബലരാമസ്വാമി പറഞ്ഞു, വേറെ ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും, അന്വേഷിച്ച് വയ്ക്കൂ. കണ്ണനക്ക് അറിയാം ഈ മണി അക്രൂരൻ്റെ കയ്യിലാണ്, അദ്ദേഹം സുഖമായിട്ട് ജീവിച്ചോട്ടെ. അക്രൂരൻ ചെയ്തു, മണി കിട്ടിയ ശേഷം ദ്വാരക വിട്ടു, പിന്നെ കാശിയിലേക്ക് പോയി. എന്താ കാരണം, കാശിയിൽ കുറേ കാലമായിട്ട് മഴയില്ല. ഗംഗയിൽ തന്നെ വെള്ളം വറ്റി. സാധാരണ നദിയിൽ വെള്ളം വറ്റാറുണ്ട്, ഗംഗയിൽ വെള്ളം വറ്റാറില്ല. എപ്പോഴും ഗംഗയിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. പണ്ട് ഒരു കാലത്ത് കാശിയിൽ മഴയില്ലാതായപ്പോൾ അക്രൂരൻ്റെ അച്ഛൻ സ്വപൽക്കൺ എന്നാണ് പേര്, അദ്ദേഹം അവിടെ പോയി ഹോമം യാഗമൊക്കെ ചെയ്തപ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ആ കാശി രാജാവ് സന്തോഷപ്പെട്ടു. തൻ്റെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു അക്രൂരൻ്റെ അച്ഛനൊക്കെ. എന്താ കാരണം, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ വരില്ലല്ലോ. പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഇടയ്ക്ക് വരില്ലേ. അങ്ങനെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ ഗർഭമുണ്ടായി, ഉണ്ണി ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന ഉണ്ണി തന്നെ പറഞ്ഞു,
ഞാൻ പുറത്ത് വരണമെങ്കിൽ ദിനം ഓരോരോ ഗോദാനം ചെയ്യണം, അപ്പോഴേ പുറത്ത് വരുള്ളൂ. അപ്പോൾ ഗർഭം ധരിച്ചത് മുതൽ ഉണ്ണി ഉണ്ടാവുന്നത് വരെ കുറേ കാലം ഗോദാനം ചെയ്തു. ദിനവും ഗാദാനം ചെയ്തുകൊണ്ടാണ് ഗാന്ധിനേയൻ എന്നുകൂടി പേര് ഇവിടെ പറയാറുണ്ട്. അങ്ങനെ ഗാന്ധിനി, കാശി രാജാവിൻ്റെ പെൺകുട്ടിയുടെ പേരാണ് ഗാന്ധിനി. ഗോദാനം ചെയ്ത ശേഷം ജനിച്ചു. ആ ഗാന്ധിനിയെ അക്രൂരൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചു. തത്സുതഃ തത്പ്രഭാവവസവും. അപ്പോൾ അക്രൂരനക്ക് അതേപോലെ അച്ഛനെ പോലെ പെരുമയുണ്ട്. അക്രൂരനെ വിളിച്ചു വരുത്തി അവിടെ യാഗമൊക്കെ ചെയ്യുന്നു. യാഗം ചെയ്യുമ്പോൾ നിറച്ചും സുവർണദാനം ചെയ്യുന്നു അക്രൂരൻ. അപ്പോൾ കണ്ണനക്ക് മനസ്സിലായി അക്രൂരൻ്റെ കയ്യിലാണ് ഈ സ്യമന്തകമണി. ഉടനെ അക്രൂരനെ വിളിച്ചു വരുത്തി ആ സ്യമന്തകമണി നാളെ കാണിച്ചാൽ മതി, നിങ്ങൾ തന്നെ വെച്ചോളൂ. അടുത്ത ദിവസം അക്രൂരൻ തൻ്റെ കയ്യിൽ ആ മണി സതതന്വ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ഈ കഥയുടെ മഹിമ പറയുമ്പോൾ ഈ മണിയുള്ള ആൾക്ക് ഒരു സങ്കടവും ഉണ്ടാവില്ലേ, എല്ലാവരും സുഖമായിട്ട് ജീവിക്കും എന്നാണ് പലശ്രുതി പറഞ്ഞത്. പക്ഷേ മണിയെടുത്ത് എല്ലാവരും രസിച്ചു. സത്രാജിത്ത്, ശതധന്വ, പ്രസേനൻ, ജാമ്പവൻ ഭക്തനായതുകൊണ്ട് ഇടി മാത്രം കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി. എന്താ കാരണം? ഭഗവാന്റെ പ്രസാദമായി കിട്ടിയ മണിയിൽ നിന്നും നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് ഒന്നും ഉപദ്രവം ഉണ്ടാവില്ല. ആ മണി കൊണ്ട് നമ്മൾ സ്വയം ഉപയോഗം ചെയ്യാൻ പുറപ്പെട്ടാൽ നമുക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും എന്നാണ് ഇവിടെ കാണിച്ചു തരണം. അതുകൊണ്ട് മണി പറയുന്നത് ധനം മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ഭഗവാന്റെ ഭാര്യയാണ്. ഭഗവാന്റെ ഭാര്യയായ ആ മണിയെ നമ്മൾ സ്വന്തം പെൺകുട്ടിയെ പോലെ കാത്തു സൂക്ഷിച്ച് വേണ്ട വിധത്തിൽ ഉപയോഗം ചെയ്യണം. ഭർത്താവ് പോലെ അങ്ങനെ കൂടുതൽ മണിയെ ഉപയോഗിക്കാൻ പുറപ്പെട്ടാൽ അതുകൊണ്ട് തന്നെ അവർ നശിക്കും എന്നുകൂടി ഇവിടെ കാണിച്ചു തരുന്നു. ഈ കഥ കേൾക്കുന്നവർക്ക് ദുഷ്കീർത്തിം ദുരിതമപോഹ്യ യാതിശാന്തിം, ദുഷ്കീർത്തിയൊക്കെ മാറിക്കിട്ടും എന്നുകൂടി പറയുന്നു. പിന്നെ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നപ്പോൾ അർജുനൻ്റെ ഒപ്പം നായാട്ടത്തിന് പോയി. അവിടെ നായാട്ടത്തിന് ചെന്നപ്പോൾ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ യമുനാ തീരത്തിൽ ഒരു പെൺകുട്ടി നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ രാജഗോപാല ഗോവിന്ദ നാരായണ ചന്ദമുകുന്ദ നാരായണ നവനീത ചോര നാരായണ ചന്ദമുകുന്ദ നാരായണ നവനീത ചോര നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ കാളിയ നർത്തന നാരായണ കംസനിഷൂദന നാരായണ കാളിയ നർത്തന നാരായണ കംസനിഷൂദന നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ ഭാഗവത പ്രിയ നാരായണ ഭക്തജന പ്രിയ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോവിന്ദ നാരായണ നാരായണ ഹരി നാരായണ. അങ്ങനെ നാമം ജപിച്ച് അവിടെ ഒരു പെൺകുട്ടി തപസ് ചെയ്യുന്നുണ്ട്. കണ്ണൻ പറഞ്ഞു, എനിക്കൊന്ന് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവരും. അർജുനൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ ആ പെൺകുട്ടിയെ കണ്ട് ചോദിച്ചു, നീ ആരാണ്? ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ സൂര്യഭഗവാന്റെ പുത്രിയാണ്. അഹം ദേവസ്യ സവിതുഹു ദുഹിത പതിവിച്ഛതി. വിഷ്ണുവെ വിവാഹം ചെയ്യാൻ വേണ്ടി ഞാൻ തപസ് ചെയ്യുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ആ വിഷ്ണു എൻ്റെ സുഹൃത്താണ്, ഇവിടെ തന്നെ അവതാരം ചെയ്തിട്ടുണ്ട്, കണ്ണനായിട്ട് വരൂ പറഞ്ഞ് ആ പെൺകുട്ടിയെ ഭഗവാന്റെ കയ്യിൽ സമർപ്പിച്ചു. ആ കാളിന്തിയെ ഭഗവാൻ സ്വീകരിച്ചു. 4ാമത്തെ വിവാഹമായി. പിന്നെ മിത്രവിന്ദ
എന്ന പേരുള്ള ഭഗവാന്റെ അച്ഛമ്മങ്ങളുടെ പെൺകുട്ടിയാണ്. വിന്ദാണവിന്ദൗ ആവന്ധ്യൗ ദുര്യോധനവശാനകൗ സ്വയം വരേ സുഭഗിനീം കൃഷ്ണേ സത്താം യശേദതാം. ഭഗവാന്റെ അച്ഛമ്മങ്ങൾ രാജാധിദേവി, അവളെ ഉജ്ജയിനി മഹാരാജ വിവാഹം കഴിച്ചു. അവിടെ ഉജ്ജയിനിയിൽ ഭഗവാൻ പഠിക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് അച്ഛമ്മങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ അവരുടെ പെൺകുട്ടിയായ മിത്രവിന്ദയെ നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ബാല്യം മുതൽ കണ്ണോട് പ്രേമിച്ച ആ പെൺകുട്ടിക്ക് ഇത് നടത്തിയിരുന്നു, സ്വയംവരം ഏർപ്പാട് ചെയ്തിരുന്നു. സ്വയംവരം പറഞ്ഞാൽ എല്ലാ രാജാക്കന്മാരും ഒരു ആസനത്തിലിരിക്കും, പെൺകുട്ടിയുടെ കയ്യിൽ മാല കൊടുക്കും, തോഴി അടുത്തുണ്ടാവും, എല്ലാ രാജാക്കളുടെ പെരുമൊക്കെ പറഞ്ഞു വരും. ഏത് രാജാവാണ് ഇഷ്ടമോ ആ രാജാവിനും ആളെ സമർപ്പിച്ച് സ്വീകരിക്കും. അങ്ങനെ സ്വയംവരം ഏർപ്പാട് ചെയ്തപ്പോൾ ദുര്യോധനോട് പറഞ്ഞിരുന്നു. ദുര്യോധനൻ്റെ സുഹൃത്തുക്കളാണ് ഈ മിത്രവിന്ദയുടെ സഹോദരന്മാർ, വിന്ദൻ നടുവിന്ദൻ. അവനോട് പറഞ്ഞിട്ടുണ്ട് സ്വയംവരം കൃത്യം 7 മണിക്ക് തുടങ്ങേണ്ടതാണ്. അപ്പോൾ 7 മണിക്ക് തന്നെ കൃത്യം സമയത്തിൽ മുതലിൽ ആദ്യത്തെ കസേരയിൽ ഇരുന്നോളൂ, നിനക്ക് മാലയിടാൻ പറയാം. ശരി പറഞ്ഞു ദുര്യോധനൻ. പക്ഷേ ദുര്യോധനൻ എന്നെ പോലെയാണ്, കൃത്യസമയത്തിൽ വരാറില്ല, കുറച്ച് വൈകിയേ ഉള്ളൂ. അങ്ങനെ ദുര്യോധനൻ പതുക്കെ ലേറ്റായി വന്നു. കൃഷ്ണൻ കൃത്യസമയത്തിലൂടെ എത്തി. അപ്പോൾ എന്തായി, കൃഷ്ണന് മാല സമർപ്പിച്ചു. അങ്ങനെ ഭഗവാൻ മിത്രവിന്ദയെ സ്വീകരിച്ചു. പിന്നെ കോസല ദേശത്ത് രാജാവ് 7 കാളകളെ വച്ചിരിക്കുന്നു. ഇത് അടക്കുന്നവർക്ക് എൻ്റെ പെൺകുട്ടിയെ തരാം. പണ്ടൊക്കെ കാളകൾ അടക്കണം, കുതിരകൾ അടക്കണം, ഇതൊക്കെ പറയാറുണ്ട് രാജാക്കളുടെ വിവാഹത്തിൽ. എന്താ കാരണം? കുതിരകൾ അടക്കണം പറഞ്ഞാൽ ഒരു കുതിരയെ തന്നെ അടക്കാൻ ശക്തിയില്ലെങ്കിൽ പിന്നെ 7 കുതിര. കാരണം വിവാഹ ജീവിതം നമ്മുടെ കാമഭോഗത്തിന് ലൈസൻസ് കിട്ടി ഇങ്ങനെ വിചാരിക്കരുത്. അത് കുതിരകൾ അടക്കുന്നത് പോലെ നിയന്ത്രണം കൂടി വേണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ 7 കാളകൾ. എന്താ? 5 ജ്ഞാനേന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അങ്ങനെ 7 കാളകളെ അടക്കി ഭഗവാൻ കോസലദേശത്തെ രാജകുമാരി സത്യാവ വിവാഹം ചെയ്തു. പിന്നെ ഭഗവാന്റെ വേറൊരു അച്ഛൻ ശ്രുതകീർത്തി എന്നാണ് പേര്. അവളുടെ പെൺകുട്ടിയാണ് ഭദ്ര. ആ ഭദ്രയുടെ വിവാഹം സ്വയം അച്ഛനമാർ തന്നെ ഏർപ്പാട് ചെയ്തു. നമ്മൾ നോട്ടീസിൽ എഴുതാറുണ്ട്, അച്ഛനന്മാരുടെ അനുഗ്രഹത്തോടു കൂടി അവരുടെ അനുമതിയോടുകൂടി വിവാഹം നടത്തുന്നു. പണ്ടൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. വലിയ ആൾക്കാരുടെ നിശ്ചയം ചെയ്തിട്ടാണ് ഈ വിവാഹം നടത്തുന്നു. വലിയ ആൾക്കാരുടെ നിശ്ചയം പറയുന്നത് പഴയ കാലത്താണ്. ഇപ്പോഴൊക്കെ പണ്ട് അച്ഛനമ്മമാർ പെൺകുട്ടിയെ നോക്കി ഓക്കെ പറഞ്ഞാൽ പിന്നെ കുട്ടികൾ ഓക്കെ പറഞ്ഞ് വിവാഹം കഴിക്കും. ഇപ്പോൾ അങ്ങനെയില്ലേ, മാറിപ്പോയി. ഈ ചെറിയ കുട്ടികൾ നോക്കി അവർ പരസ്പരം ഓക്കെ പറഞ്ഞാലേ പിന്നെ അച്ഛനമ്മമാർ ഓക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഇവിടെ വസുദേവരും ദേവിക്കും നേരിട്ട് നോക്കി സ്വന്തം ബന്ധുവിനെ പെൺകുട്ടിയെ തീരുമാനിച്ച് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ 7ാമത്തെ വിവാഹം ഭദ്രയായ വിവാഹം കഴിച്ചു. അതിനുശേഷം ബൃഹത്സേനൻ എന്ന രാജാവ് ദ്രൗപദി സ്വയംവരം പോലെ മുകളിൽ മീൻ കെട്ടി വെച്ചിരിക്കുന്നു. താഴെ വെള്ളം നോക്കി ആ മീൻ അടിക്കണം. പക്ഷേ ഇതിൽ ഒരു കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. ദ്രൗപദി സ്വയംവരത്തിൽ മീൻ അവിടെ തന്നെ നിൽക്കും, താഴെ നോക്കി അടിക്കണം. ഈ സ്വയംവരത്തിൽ മീൻ ചുറ്റും ഇങ്ങനെ മുകളിൽ ചുറ്റുന്ന മീൻ വെള്ളത്തിൽ കാണുമ്പോൾ വിപരീത രൂപത്തിലാണ് കാണും. അത് കൃത്യമായി അടിക്കണം. അർജുനൻ വന്നിട്ടും അത് തോറ്റു. അർജുനൻ ബാണം അയച്ചു, പക്ഷേ സ്പർശിച്ചു, മീനെ അടിച്ച് വീഴ്ത്തിട്ടില്ലേ. പിന്നെ ഭഗവാൻ ആ മീനെ അടിച്ച് വീഴ്ത്തി ആ ലക്ഷ്മണ എന്ന പേരുള്ള വിവാഹം ചെയ്തു. ഇങ്ങനെ 8 ഭാര്യമാരാണ്. രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ. 8 ഭാര്യ പറഞ്ഞത് എന്താ? 8 ശക്തികളാണ്. ഭഗവാന്റെ അഷ്ടലക്ഷ്മി നമ്മൾ പറയാറുണ്ടല്ലോ, ആ അഷ്ടലക്ഷ്മിയാണ് ഇവിടെ അഷ്ടമഹിഷികളായി വരുന്നു. പിന്നെ പോരാ ഭഗവാന്റെ അനന്ത ശക്തികളൊക്കെ ഓരോ രൂപം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിപുത്രനായ നരകാസുരൻ എന്ത് ചെയ്തു? അമ്മയോട് ചോദിച്ചു, നമ്മുടെ അച്ഛൻ കൃഷ്ണൻ അവതരിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സഹായം ചെയ്യേണ്ടേ ചോദിച്ചപ്പോൾ ഭൂമിദേവി പറഞ്ഞു, കൃഷ്ണന് വേണ്ടി നിലച്ച പെൺകുട്ടികളെ അവിടെ ഇവിടെ ജനിച്ചിരിക്കുന്നു. കൃഷ്ണനുക്ക് അവിടെയും പോയി നടന്ന് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടാവും, എല്ലാ കുട്ടികളും ഒരു സ്ഥലത്തിൽ ചേർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്തിരുന്ന നരകാസുരനൊക്കെ പ്രത്യേക താങ്ക്സ് തന്നെ പറയണം കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണനുക്ക് വേണ്ടി ജനിച്ച പെൺകുട്ടികൾ ഓരോ നാട്ടിലും, അമേരിക്കയിലും ആസ്ട്രേലിയയിലും ഇങ്ങനെയും ഓരോ സ്ഥലത്തിലും
എല്ലാ പെൺകുട്ടികളും പിടിച്ച് ഒരു സ്ഥലത്തിൽ വെച്ചിട്ടുണ്ട്. നരകാസുരൻ സ്വയം തന്നെ പോകാറില്ല. 2 പേര് മാത്രമേ കാണാൻ അനുമതിയുള്ളൂ, നാരദനും അങ്കിരസ മഹർഷിയും. കാരണം നാരദൻ അവർക്ക് നാമോപദേശം കൊടുക്കാനും അങ്കിരസ മഹർഷി അവർക്ക് എങ്ങനെ ചിട്ടവട്ടയായി ജീവിക്കണം, കൃഷ്ണൻ്റെ ഭാര്യ ആവണമെങ്കിൽ അതിനെ വരെ യോഗ്യത വേണ്ടേ, അത് പഠിപ്പിക്കാൻ. കാരണം ഫാറിൽ നിന്ന് വന്ന പെൺകുട്ടികളൊക്കെ ഇടത്തേക്ക് വേണം ഇങ്ങനെ കഴിക്കുള്ളൂ. അപ്പോൾ അവർക്ക് പറയണോ ഇത് ഇങ്ങനെയില്ല, ഇങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അങ്കിരസ മഹർഷിയും പിന്നെ നാമോപദേശം നാരദനും കൊടുത്തു. അവർ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മോഹന കൃഷ്ണ. അവരൊക്കെ നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഇന്ദ്രൻ കണ്ണനോട് പറഞ്ഞു, എൻ്റെ പർവ്വതം എൻ്റെ ആണ്. അവർ ദേവന്മാർക്ക് പ്രത്യേകം ഒരു മല, അവർ കളിക്കാനുള്ള മണിപർവ്വതം എന്നൊരു പർവ്വതമുണ്ട്, അവരുടെ മല. അതേപോലെ വർണ്ണൻ്റെ കയ്യിൽ ഒരു കുടമുണ്ട്. ആ കുടയിൽ അടി താഴെ ഇടുന്നാൽ മതി, നല്ല തണുപ്പ് കാറ്റ് കിട്ടും. ഏസി മുറി പോലെയാണ്. വരുണ സലിലസ്രാവം എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ വരുണൻ്റെ പ്രത്യേക കുട, പിന്നെ അതിഥി അമ്മയുടെ കുണ്ടലം, ദേവേന്ദ്രൻ്റെ ആണ്, 4 ദന്തമുള്ള ആണ്, ഇതൊക്കെ നരകാസുരൻ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നാൽ നന്നായി. ഉടനെ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി സത്യഭാമയോട് ചെന്നു. ആ നരകാസുരൻ്റെ വളരെ ബുദ്ധിമുട്ടുള്ള കോട്ടയാണ്, അതൊക്കെ തകർത്ത് ഭഗവാൻ ചെല്ലുന്ന സമയത്ത് മുരൻ പേരുള്ള അസുരൻ യുദ്ധത്തിന് വന്നു. ആ മുരണ കൊന്നു ഭഗവാൻ. മുരണ കൊന്നതുകൊണ്ടാണ് മുരാരി എന്ന് പേര് കിട്ടി. പിന്നെ നരകാസുരൻ്റെ പടയിൽ നിറച്ചും ആണപ്പടകളുണ്ടായിരുന്നു. അതോട് ഗരുഡനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഗരുഡൻ ആണപ്പടയോട് യുദ്ധം ചെയ്തു. പിന്നെ നരകാസുരൻ വന്നപ്പോൾ ഭഗവാൻ തൻ്റെ തൃച്ചക്രായുധം കൊണ്ട് നരകാസുരനെ വധിച്ച് അവൻ്റെ ജയിലിൽ, അവൻ്റെ കൊട്ടാരത്തിലിരുന്ന 16,100 കന്യകമാരെയും വിമോചനം ചെയ്തു. അപ്പോൾ വിമോചനം ചെയ്തത് മാത്രമല്ലേ, അവർ ഏത് നാട്ടിൽ നിന്നും ഇവിടെ വന്നോ കൃത്യം അവരുടെ സ്വന്തം അച്ഛനന്മാരുടെ കയ്യിൽ ഭഗവാൻ ഏൽപ്പിച്ചു. അതെങ്ങനെ കൃഷ്ണൻ മനസ്സിലാക്കി ചോദിച്ചാൽ, ഓരോരാളുടെ കർമ്മഫലം അനുസരിച്ച് ഭഗവാൻ അവരുടെ കർമ്മഫലദാതാവായ ഭഗവാനക്ക് ഈ 16,100 പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. കൃത്യം അവരുടെ അച്ഛനന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരൊക്കെ അച്ഛനമ്മമാരോട് പറഞ്ഞു, ഞങ്ങൾ കൃഷ്ണനെ തന്നെ വിവാഹം കഴിക്കണം. അപ്പോൾ അവരുടെ അച്ഛനമ്മമാർക്ക് കണ്ണനോട് പറഞ്ഞു, ഞങ്ങളുടെ പെൺകുട്ടിയെ സ്വീകരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരേ ഡേറ്റ് കൊടുത്തു. ഒരേ സമയത്തിൽ വരാൻ പറഞ്ഞു. എല്ലാവരും സ്വന്തം പെൺകുട്ടിയുമായി ദ്വാരകയിലെത്തി. ഒരേ ഡേറ്റിൽ ഇങ്ങനെ എല്ലാം വിവാഹം ചെയ്തു ചോദിച്ചാൽ ഭഗവാൻ ചെയ്തു വിശ്വകർമാവിനെ വിളിച്ച് 16,108 കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ പറഞ്ഞു. കാരണം 16,100 വിവാഹം ചെയ്യണമെങ്കിൽ കല്യാണ മണ്ഡപം ആദ്യം ബുക്ക് ചെയ്യണ്ടേ. അങ്ങനെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു. പിന്നെ പാചകർക്ക് വേണ്ടതൊക്കെ ഭഗവാൻ തന്നെ പാചകവേഷവും കെട്ടി. പിന്നെ 16,000 ഉപാധ്യായന്മാർ, അപ്പോൾ മന്ത്രം പറയാൻ ഒരിക്കൽ വേണ്ടേ. അങ്ങനെ മന്ത്രം പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ വേഷം ഭഗവാൻ തന്നെ സ്വീകരിച്ചു. അങ്ങനെ 16,100 രൂപ സ്വീകരിച്ച് ഒരേ മുഹൂർത്തത്തിൽ അധോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു താസ്ത്രിയ യഥോപനേമേ ഭഗവാൻ താവദ്രൂപധരോ വ്യയഃ. ഒരേ സമയത്തിൽ എല്ലാവരെയും ഭഗവാൻ വിവാഹം ചെയ്തു. പിന്നെ വിവാഹം ചെയ്താൽ മാത്രം പോരാ, എങ്ങനെ കുടുംബജീവിതം നയിക്കണം അതും കൂടി ഭഗവാൻ കാണിച്ചു തരുന്നു. രുക്മിണി കൊട്ടാരത്തിൽ രുക്മിണി, ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഹാറാണി, എന്നോടാണ് ഭഗവാൻക്ക് കൂടുതൽ സ്നേഹം അങ്ങനെ തോന്നി.
അത് തോന്നിയാൽ കുഴപ്പമില്ല. പിന്നെ വേറെ ആളുടെ സ്നേഹം ഇല്ലേ ഇങ്ങനെ തോന്നിപ്പോകും. അതിനു വേണ്ടി ഭഗവാൻ രുക്മിണിയോട് ഒന്ന് കളിയായിട്ട് തമാശായി പറഞ്ഞു, രുക്മിണി നീ നല്ല പഠിച്ച പെൺകുട്ടിയാണ്, നിനക്ക് നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, നിനക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എന്നെ വിവാഹം ചെയ്തിട്ട് എന്താ പ്രയോജനം? ഇപ്പോൾ വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവിടെ ശിശുപാലൻ തങ്കമണി ഭവനം, രുക്മിണി ഭവനം, ഒരു ഭവനം വീടും ഉണ്ടാക്കി കാത്തിരിക്കുന്നു, വേണമെങ്കിൽ അവിടെ ചെന്നോളൂ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കുമോ വിചാരിച്ച് രുക്മിണി ബോധം കെട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ സമാധാനം ചെയ്തപ്പോഴാണ് രുക്മിണി സ്തുതി ചെയ്യുന്നു. നമ്മൾ തമ്മിൽ യോജിപ്പില്ലേ പറയുന്നത് സത്യം തന്നെയാണ്. കാരണം ഭഗവാനെ ഭജിക്കുന്നവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് വൈരാഗ്യമുള്ള മഹാത്മാക്കളാണ്. രുക്മിണി എടുത്ത് വരുന്നവരൊക്കെ, മഹാലക്ഷ്മി എടുത്ത് വരുന്നവരൊക്കെ പണം വീണം ആഗ്രഹിക്കുന്ന സാധാരണക്കാരാണ്. അജ്ഞഗൃഹീത പാദ. പിന്നെ ഞാൻ പേടിച്ച് സമുദ്രമത്തിയിലിരിക്കുന്നു പറഞ്ഞാൽ അന്തശ്ചേത്തെ, അന്തര്യാമിയായിട്ട് ഉള്ളിൽ വർത്തിക്കുന്നു എന്നൊക്കെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു. നിങ്ങൾ ഓരോരോ വീട്ടിലും കുടുംബജീവിതം എങ്ങനെ ഭഗവാൻ അയച്ചു പറയുന്നു. തഥാ അന്യാസാമപി വിഭു. ഇത് വിസ്തരിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഒരു 16,108 അധ്യായം വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്താ കാണിക്കുന്നു? രുക്മിണിയുടെ പെരുമയാണ് എടുത്തു പറയുന്നു, തൻ്റെ പെരുമ പറഞ്ഞിട്ടില്ലേ. നീ നല്ല പെൺകുട്ടിയാണ്, എനിക്ക് അത്ര വിദ്യാഭ്യാസം പോരാണ്, തൻ്റെ കുറകളാണ് പറഞ്ഞു. അങ്ങനെ വിവാഹ ജീവിതത്തിൽ പരസ്പരം സംസാരിക്കുമ്പോൾ അടുത്തവരുടെ പെരുമ എടുത്തു പറയണം, തൻ്റെ കുറകളെ സ്വീകരിക്കണം. അങ്ങനെ കുടുംബജീവിതം നയിക്കും പോലെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വഴക്കം ഉണ്ടാവും. അങ്ങനെ ആവരുത് എന്നുകൂടി ഭഗവാൻ പഠിപ്പിക്കുന്നു.